രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകർക്ക് മുന്നറിയിപ്പുമായി എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്ന് ഡിസിസി നേതൃയോഗത്തിൽ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. നടപടിയെ വിമർശിക്കുന്നവർക്ക് ശാസനയും ആവർത്തിച്ചാൽ സസ്പെൻഷനും നൽകാനും പാർട്ടി നിർദ്ദേശമുണ്ട്. തീരുമാനത്തെ AI ഗ്രൂപ്പ് നേതാക്കൾ പിന്തുണച്ചു. യോഗത്തിൽ VD സതീശനും പങ്കെടുത്തു. MK ഷുക്കൂർ ചേരുന്നുണ്ട്. ഷുക്കൂർ, കർശന നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കുകയാണോ വിഷയത്തിൽ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും പിന്നീട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ തീരുമാനം കോൺഗ്രസിന്റെ നേതാക്കൾ ഐക്യകണ്ഠേന എടുത്തതാണ്. എന്നാൽ ഇത് VD സതീശന്റെ താല്പര്യത്തിന് വഴങ്ങി രമേശ് ചെന്നിത്തലയുടെ കൂടി പിന്തുണയോടുകൂടി എടുത്ത ഒരു തീരുമാനമാണ് എന്നൊരു പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണക്കുന്നവർ വ്യാപകമായി സൈബർ രംഗത്ത് നടത്തിയിരുന്നു. ഇത് ഒരു വേള VD സതീശനെതിരായ സൈബർ ആക്രമണമായി പോയി പരിണമിച്ചു. അതിൽ വലിയ പ്രതിഷേധം VD സതീശൻ നേതൃത്വത്തെ അറിയിച്ചു. ഒപ്പം തന്നെ ഇത് താഴെത്തട്ടിലുള്ള അണികളെ പാർട്ടിയുടെ തീരുമാനം ഇതാണ്, ഇത് കൂടിയാലോചിച്ച് എടുത്തതാണ്, ഇതിൽ ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യമല്ല എന്നറിയിക്കാനുള്ള ഒരു ധാരണ നേതാക്കൾക്ക് ഇടയിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിറകെയാണ് ഇപ്പോൾ എറണാകുളം DCC ഇന്ന് നടന്ന നേതൃയോഗത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇത് സംബന്ധിച്ച ഒരു വിശദീകരണം ആദ്യം നൽകിയത്. അതായത് പാർട്ടി ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുത്ത തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി. ഇതിൽ കോൺഗ്രസ് നേതൃത്വമാണ് ആ തീരുമാനമെടുത്തത്. പാർട്ടിയോട് കൂറില്ലാത്തവരാണ് ആ തീരുമാനത്തെ വിവാദമാക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളുകളും ചില ദുഷ്ടലാക്കുള്ളവരുമാണ് ഇതിപ്പോൾ വിവാദമാക്കുന്നത്. നിലവിൽ ഇത് വിമർശിക്കുന്നവർ പാർട്ടിയോട് കൂറുള്ളവരല്ല, അവരെ പാർട്ടി വിരുദ്ധരായി കണക്കാക്കും. അവർക്കെതിരെ ആദ്യം ശാസനയും പിന്നീട് അച്ചടക്ക നടപടിയായി സസ്പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോകണം എന്നൊരു നിർദ്ദേശം മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഇന്നത്തെ യോഗത്തിൽ വെച്ച് നൽകുകയുണ്ടായി. ഈ തീരുമാനത്തെ പിന്തുണച്ച് AI ഗ്രൂപ്പിന്റെ തന്നെ നേതാവായ ജോസഫ് വാഴക്കൻ, ഒപ്പം തന്നെ A ഗ്രൂപ്പിന്റെ നേതാവായ K ബാബു തുടങ്ങിയവരും പിന്തുണച്ച് സംസാരിച്ചു. ഇത് VD സതീശനെ ഒറ്റതിരിച്ച് ആക്രമിക്കേണ്ട ഒരു വിഷയമല്ല, ഇത് പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് VD സതീശന് ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണ നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്ന സമീപനം പാടില്ല എന്ന് ജോസഫ് വാഴക്കൻ തന്നെയാണ് യോഗത്തിൽ പറഞ്ഞത്. K ബാബുവും സമാനമായ രീതിയിലാണ് സംസാരിച്ചത്. DCC ജനറൽ സെക്രട്ടറിയായ S അശോകനും സമാന നിലപാട് സ്വീകരിച്ചു. VD സതീശനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഈ തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയ സാഹചര്യം വിശദീകരിച്ചു. അതായത് പാർട്ടിക്ക് മുന്നിൽ ഇനിയും പുറത്തു വരാത്ത നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട്. അതെല്ലാം രേഖാമൂലം നൽകിയാൽ ഇനിയും വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോകും. അത്തരമൊരു ഘട്ടത്തിലാണ് ശക്തമായ ഒരു നടപടി പാർട്ടിക്ക് സ്വീകരിക്കേണ്ടി വന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ആ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. അത് എല്ലാ അണികളെയും ബോധ്യപ്പെടുത്താൻ ഉത്തരവാദിത്തം മറ്റ് നേതാക്കൾക്കാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി പാർട്ടി പൂർണ്ണമായും ഓൺ ചെയ്ത് അത് ഏറ്റെടുത്ത് തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിനിപ്പോൾ എറണാകുളം DCC നേതൃയോഗത്തിൽ നേതൃത്വം ശക്തമായി അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ശരി ഷുക്കൂർ.